ഹലോ, വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCET എക്സാമുമായി ബന്ധപ്പെട്ട ITP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് IITകൾ എന്നായിട്ടുള്ള IIT ജോധ്പൂരിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് എന്ന് നമുക്കറിയാം. അവിടേക്കുള്ള ഈ വർഷത്തേക്കുള്ള BSc BEd പ്രോഗ്രാമിൻ്റെ അപ്ലിക്കേഷൻ ആരംഭിച്ചു എന്ന വാർത്തയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ITP NCET എക്സാമിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ഒതൻറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എജുബിൾസ് ലേണിംഗിലേക്കുള്ള 2027 NCET കോച്ചിങ് പ്രോഗ്രാമിന് ഇപ്പോൾ തന്നെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്തെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സജസ്റ്റ് ചെയ്യുക, റെഫർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് IIT ജോധ്പൂരിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പം IIT ജോധ്പൂരിൽ നമുക്ക് മേജേഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നിലും ITP പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് IIT ജോധ്പൂരിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾ +2 പാസ്സായിരിക്കണം. 2025-26 60% മാർക്ക് വേണം ജനറൽ സ്റ്റുഡൻസിന്. OBC-ക്കാർക്കും EWS കാറ്റഗറിക്കും ജനറൽ കാറ്റഗറിക്കും ഒക്കെ 60% മാർക്ക് വേണം. 55% മാർക്ക് മതി SC ST PWD കാൻഡിഡേറ്റ്സിനും. സബ്ജക്റ്റ് റിക്വയർമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും നിങ്ങൾ +2 പഠിച്ചിരിക്കണം. മാത്രമല്ല NCET എക്സാമ്പിലും എന്ത് ചെയ്യണം, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്തായിരിക്കണം, ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കണം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പ്രത്യേകം കാറ്റഗറി മെൻഷൻ ദ അപ്ലിക്കൻസ് NCET സ്കോർ കാർഡ് വിൽ ബി യൂസ് ഡിറ്റർമൈൻ എലിജിബിലിറ്റി റിസർവേഷൻ. ഓക്കെ, NCET സ്കോർ കാർഡിൽ നിങ്ങൾ ഏതാണോ കാറ്റഗറി അതായിരിക്കും റിസർവേഷനും സീറ്റ് മെട്രിക്സിനുമായിട്ട് പരിഗണിക്കുക. അപ്പോൾ അവിടുത്തെ സീറ്റ് മെട്രിക്സ് നോക്കിയാലോ, മൊത്തം മാത്സിന് 17, ഫിസിക്സിന് 17, കെമിസ്ട്രിക്ക് 16, ടോട്ടൽ 50 സീറ്റാണ് IIT ജോധ്പൂരിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മാത്സിൽ 7 സീറ്റ് ഓപ്പണിന്, 1 സീറ്റ് EWSന്, OBC-ക്ക് 4 സീറ്റ്, SC-ക്ക് 2 സീറ്റ്. ഇതിലൊക്കെ എന്തുണ്ട്, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റിക്കാർ കയ്യിൽ സെപ്പറേറ്റ് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ഫിസിക്സിൽ വരുമ്പം സെയിം ആണ് വരുന്നത്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓപ്പൺ 6 സീറ്റും, EWSന് 2 സീറ്റ്, OBC-ക്ക് 4 സീറ്റ്, SC-ക്ക് 2 സീറ്റ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ. ഇനി അവിടുത്തെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ട്യൂഷൻ ഫീ പെർ സെമ്മിന് വരുന്നത് 50,000 രൂപയാണ്. പിന്നെ അഡ്മിഷൻ ഫീ വരുന്നത് 3,800, കോൺവെക്കേഷൻ ഫീ വരുന്നത് 3,000, സെമസ്റ്റർ ഫീ 27,250 ആണ് വരുന്നത്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയിട്ട് 8,000 രൂപ ആദ്യം അടയ്ക്കണം. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫീ ആയിട്ട് വരുന്നത് 2,000 രൂപ. ഇങ്ങനെയൊക്കെയാണ് ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, SC ST PWD സ്റ്റുഡൻസിന് എന്ത് വേണ്ട, ഈ ട്യൂഷൻ ഫീസ് 50,000 രൂപ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. ഓക്കെ, ഇനി നമുക്കടുത്ത് ഈ വർഷത്തെ അപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 9-ാം തീയതിയാണ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ 28-ാം ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ തുടരാം. ജൂലൈ 3-ന് ഫസ്റ്റ് ലിസ്റ്റ് വരും. 10 ജൂലൈക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഓഫേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരും. 13 ജൂലൈ സെക്കൻഡ് ലിസ്റ്റ്, 17 ജൂലൈ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ലിസ്റ്റിൻ്റെ ഓഫർ. അതുപോലെ തന്നെ 20 ജൂലൈക്കാണ് തേർഡ് ലിസ്റ്റ് വരുന്നത്. 22 ജൂലൈക്ക് അതിൻ്റെ ഓഫർ ലിസ്റ്റ്. അതുപോലെ 24 ജൂലൈക്ക് ഇനിയും സ്പോട്ട് അഡ്മിഷൻ ആവശ്യമുണ്ട്. അന്ന് അത് വെച്ചിട്ട് 24 ജൂലൈക്ക് ശേഷം ക്ലാസ് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇവിടെ അപ്ലൈ ചെയ്യാന്നിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. ഓക്കെ, IIT ജോധ്പൂറിൻ്റെ ഇവിടെ നിങ്ങൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. NCET കോച്ചിങ്ങിന് NCET എക്സാമിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എജുബിൾസ് ലേണിങ്ങിനെ നിങ്ങൾ മാക്സിമം ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ITP പ്രോഗ്രാമിലൂടെ IITകളിലും NITകളിലും പഠിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ ഒരു ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. കൗൺസിലിംഗ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. നന്ദി.